ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പാറ്റേൺസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് സ്പോക്കൺ ഇംഗ്ലീഷ്, അതായത് സംസാരിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ഇംഗ്ലീഷിൽ ഗ്രാമറൊക്കെ പഠിക്കുന്നതിനേക്കാളും പെട്ടെന്ന് എളുപ്പത്തിൽ സംസാരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതെ, ഒരായിരക്കണക്കിന് വാചകങ്ങൾ നമ്മളിങ്ങനെ ഓർത്ത് മനസ്സിലാക്കി വെക്കുകയൊന്നും വേണ്ട സംസാരിക്കാൻ. കുറച്ച് പാറ്റേൺസ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏത് അവസരത്തിലും ആ പാറ്റേൺ ഉപയോഗിച്ച് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് പാറ്റേൺസ് ഞാൻ തുടർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. പലപ്പോഴും നമ്മൾ പറയും അത് എടുക്കാൻ മറക്കരുത്, അവിടെ പോകാൻ മറക്കരുത്, നീ അത് കൊണ്ടുവരാൻ മറക്കരുത്. അങ്ങനെ പലപ്പോഴും നമ്മൾ ഒരാളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഒരു കാര്യം റിമൈൻഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഡോണ്ട് ഫോർഗെറ്റ് ടു. അവിടെ നിങ്ങൾ ഓർക്കുക, ടു കഴിഞ്ഞിട്ട് പിന്നെ വെർബിന്റെ ബേസ് ഫോമേ വരത്തുള്ളൂ. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ്, അത്രേ ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. എന്നെ നീ വിളിക്കാൻ മറക്കരുത്, എന്നെ വിളിക്കാൻ മറക്കരുത്. എങ്ങനെ പറയും? ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. നിന്റെ പുസ്തകം കൊണ്ടുവരാൻ മറക്കരുത്, ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് യുവർ ബുക്ക്. ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുത്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, ഇത് ഒരു പാറ്റേൺ. ഇങ്ങനെ നിങ്ങൾ അവസരത്തിനനുസരിച്ച് നിങ്ങൾ അവസരോചിതമായി നിങ്ങൾ ഇങ്ങനെ കുറച്ച് പാറ്റേൺസ് സെൻറ്റൻസ് പറഞ്ഞു നോക്കുക. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു കാര്യം നമ്മൾ തിരയുന്നു, ഞാൻ എൻ്റെ ബുക്ക് നോക്കുകയാണ് അല്ലെങ്കിൽ ബാഗ് നോക്കുകയാണ്, അങ്ങനെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ഏത് പാറ്റേണാണ് ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാം. അതായത് ലുക്കിംഗ് ഫോർ, ഞാൻ എൻ്റെ ബാഗ് തിരയുകയാണ്. എങ്ങനെ പറയും? ഐ ആം ലുക്കിംഗ് ഫോർ മൈ ബാഗ്. ഞാൻ എൻ്റെ ബാഗ് തിരയുകയാണ്. ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്, ഞാൻ അല്ലെങ്കിൽ ഒരു ജോലി തിരയുകയാണ്. എങ്ങനെ പറയും? ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. ഞാൻ നിന്നെ തിരയുകയാണ്, ഞാൻ നിന്നെ തിരയുകയായിരുന്നു. ഐ ആം ലുക്കിംഗ് ഫോർ യു. ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു, നിന്നെ തിരയുകയായിരുന്നു. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് ഇത് ലുക്കിംഗ് ഫോർ. അത് വെച്ച് നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. പെട്ടെന്ന് അർജൻറ്റായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ, സമയം വൈകി, നമ്മൾ വേഗം ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ ഏർജൻസിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഹറി അപ്പ്. വേഗം, നമ്മൾ വൈകി. എങ്ങനെ പറയും? ഹറി അപ്പ്, വി ആർ ലേറ്റ്. ഹറി അപ്പ്, വി ആർ ലേറ്റ്. വേഗം, ബസ് വരുന്നു. എങ്ങനെ പറയും? ഹറി അപ്പ്, ദ ബസ് ഈസ് കമ്മിങ്. വേഗമായിട്ട് ബസ് വരുന്നു. നമ്മളെപ്പോഴും പറയുന്നതാണ്, വേഗമായിട്ട് ബസ് വരുന്നു. ഹറി അപ്പ്, ദ ബസ് ഈസ് കമ്മിങ്. വേഗമായിട്ട് സമയം തീരാൻ പോകുന്നു, സമയം തീരുകയാണ്. ഹറി അപ്പ്, ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു സമയത്തോടനുബന്ധിച്ച് സമയബന്ധിതമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈം ക്ലോസ് ഒരെണ്ണം നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും പറയും, നീ അവിടെ ചെല്ലുമ്പോൾ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നീ ഇവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കുക. എങ്ങനെ പറയും? നീ എത്തുമ്പോൾ എന്നെ വിളിക്കൂ. അതിനുപയോഗിക്കുന്ന പാറ്റേൺ ആണ് എന്ത്? കോൾ മീ. നീ എത്തുമ്പോൾ എന്നെ വിളിക്കൂ. എങ്ങനെ പറയും? കോൾ മീ വെൻ യു അറൈവ്. കോൾ മീ വെൻ യു അറൈവ്. നിനക്ക് സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്കൂ. നമ്മളെപ്പോഴും നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് ഞാൻ ഈ പാറ്റേൺ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. നിനക്ക് സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്കൂ. എങ്ങനെ പറയും? കോൾ മീ വെൻ യു ആർ ഫ്രീ. ജോലി തീർന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കൂ. നിന്റെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കൂ. കോൾ മീ വെൻ യു ഫിനിഷ് വർക്ക്. ഓക്കെ, ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ രണ്ടുമൂന്നെണ്ണം ഇതുപോലെ കേൾക്കുന്ന പോലെ നിങ്ങൾ വേറെ കുറച്ച് മലയാളം പാറ്റേൺ സെന്റൻസുകൾ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു നോക്കുക. എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ തരാൻ പറ്റില്ല. അപ്പോൾ ആ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്ത് നോക്കുക. അടുത്തൊരു പാറ്റേൺ നമുക്ക് നോക്കാം. മുൻപ്, ബിഫോർ എന്ന് പറയുന്ന ഒരു ക്ലോസ് വെച്ച്. ബിഫോറിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, മുൻപ്. ബിഫോർ യു ഒരു പാറ്റേൺ ആണ്, ബിഫോർ യു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകൂ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകൂ. എങ്ങനെ പറയും?
കൈ കഴുകൂ എന്നുള്ളതിന് നമുക്കറിയാം എന്താണ്? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഈറ്റ്. അപ്പൊ അത് ലാസ്റ്റ് വരും. ബിഫോർ യു എന്നുള്ളത് എവിടെ വരും? ലാസ്റ്റ് വരും. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകൂ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഈറ്റ്. പോകുന്നതിന് മുമ്പ് ജോലി തീർക്കൂ. പോകുന്നതിന് മുമ്പ് ജോലി തീർക്കൂ. ഫിനിഷ് യുവർ വർക്ക് ബിഫോർ യു ലീവ്. LEAVE, ബിഫോർ യു ലീവ്. നീ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, പോകുന്നതിന് മുൻപ് നിന്റെ ജോലി തീർക്കൂ. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കൂ. എപ്പോഴും നമ്മൾ പറയുന്നതാണ് എന്താന്ന് പറയാൻ പോകുന്നെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. എങ്ങനെ പറയും? തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു കഴിവില്ലായ്മ, ഇനബിലിറ്റി. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, കണ്ടെത്താൻ പറ്റില്ല, കാണാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു ഇനബിലിറ്റി. ഏബിൾ എന്ന് പറഞ്ഞാൽ എബിലിറ്റി, കഴിവ്. ഇനബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. അതിന് ഉപയോഗിക്കുന്നതാണ് ഐ കോണ്ട് ഫൈൻഡ്, ഐ കനോട്ട് ഫൈൻഡ്. എനിക്കെൻ്റെ പേഴ്സ് കണ്ടെത്താൻ കഴിയുന്നില്ല. എനിക്കെൻ്റെ പേഴ്സ് കണ്ടെത്താൻ കഴിയുന്നില്ല. എങ്ങനെ പറയും? ഐ കനോട്ട് ഫൈൻഡ് മൈ വാലറ്റ്. ഐ കനോട്ട് ഫൈൻഡ് മൈ വാലറ്റ്. എനിക്ക് ഫയല് കാണാൻ കഴിയുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. ഐ കനോട്ട് ഫൈൻഡ് ദ ഫയൽ. എനിക്ക് എൻ്റെ കണ്ണാടി കണ്ടെത്താൻ കഴിയുന്നില്ല. ഐ കനോട്ട് ഫൈൻഡ് മൈ ഗ്ലാസസ്. ഓക്കെ, ഒരു ഇനബിലിറ്റിയെ കാണിക്കാൻ ഐ കനോട്ട് ചേർത്ത് പറയാം. ഐ കനോട്ട് ഫൈൻഡ്. നെക്സ്റ്റ് പാറ്റേൺ. ഇപ്പൊ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കൂ, ഞാൻ വരികയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റും പ്ലസ് ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് വെയിറ്റ് ഫോർ മീ. ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നു നോക്കാം. വെയിറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി കാത്തിരിക്കുക, ഞാൻ ദേ വരുന്നു. എങ്ങനെ പറയും? വെയിറ്റ് ഫോർ മീ, ഐ ആം കമ്മിങ്. വെയിറ്റ് ഫോർ മീ, ഐ ആം കമ്മിങ്. ഇതൊരു ഫ്രേസ് പാറ്റേൺ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഒരു ക്ലോസ്. ബസ് സ്റ്റോപ്പിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. വെയിറ്റ് ഫോർ മീ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. വെയിറ്റ് ഫോർ മീ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. എനിക്ക് വേണ്ടി കാത്തിരിക്കുക, ഒറ്റയ്ക്ക് പോകരുത്. വെയിറ്റ് ഫോർ മീ, ഡോണ്ട് ഗോ എലോൺ. വെയിറ്റ് ഫോർ മീ, ഡോണ്ട് ഗോ എലോൺ. പോകരുത്, ഒറ്റയ്ക്ക് പോകരുത്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. പ്രസന്റില് ഇപ്പോൾ എന്ത് നടക്കുന്നു, പ്രസന്റ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നീ അവിടെ എന്ത് ചെയ്യുന്നു? എങ്ങനെ ചോദിക്കും? നമ്മുടെ കൺമുമ്പിൽ ചെയ്യുകയാണ്, എങ്ങനെ ചോദിക്കും? വാട്ട് ആർ യു ഡൂയിങ് ദെയർ? വാട്ട് ആർ യു ഡൂയിങ് ദെയർ? നീ അവിടെ എന്താണ് നോക്കുന്നത്? വാട്ട് ആർ യു ലുക്കിംഗ് ദെയർ? വാട്ട് ആർ യു ലുക്കിംഗ് ദെയർ? നിന്റെ മുറിയിൽ നീ എന്ത് ചെയ്യുന്നു? വാട്ട് ആർ യു ഡൂയിങ് ഇൻ മൈ റൂം? നീ എൻ്റെ മുറിയിൽ എന്ത് ചെയ്യുന്നു? വാട്ട് ആർ യു ഡൂയിങ് ഇൻ മൈ റൂം? അതായത് പ്രസന്റ് കണ്ടിന്യൂസിലെ ക്വസ്റ്റ്യൻ, അറ്റ് പ്രസന്റ് ഗോയിങ് ഓൺ ആക്ഷന് ചോദ്യം ചോദിക്കാനായിട്ട്. ഓക്കെ, അടുത്തത് ഫ്യൂച്ചറിൽ ഒരു കാര്യം, ഐ വിൽ. ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയാൻ വേണ്ടി, ഞാൻ നിന്നെ സഹായിക്കും. നിങ്ങൾക്ക് ടെൻസ് പഠിച്ചപ്പോൾ അറിയാവുന്നതാണ്, എന്നാൽ ഈ പാറ്റേൺ ഓർത്തിരിക്കുക. ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ പിന്നീട് വരാം. ഐ വിൽ കം ലേറ്റർ. ഫ്യൂച്ചറിലെ ഏത് കാര്യം പറയാനും ഐ വിൽ ചേർത്ത് പറയാം. ഓക്കെ, ഞാനിത് ഇന്ന് തന്നെ തീർക്കും. ഐ വിൽ ഫിനിഷ് ദിസ് ടുഡേ. തിരിച്ച് ഷീ ആണേലും ഹീ ആണേലും ദേ ആണേലും എല്ലാം അങ്ങനെ തന്നെ. അവരാണേലും സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് അവിടെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഐ വിൽ ഫ്യൂച്ചറിൽ ഒരു കാര്യം തീർക്കും, ചെയ്യും, പോകും എന്ന് പറയാനായിട്ട് ഇത് ഉപയോഗിക്കും. ഐ വിൽ അല്ലെങ്കിൽ യു വിൽ, ഹി വിൽ ചേർത്ത് പറയും. ഓക്കെ, അടുത്ത പാറ്റേൺ ഒരു റീസൺ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ റീസൺ ആയിട്ട്, എന്തുകൊണ്ട്, കാരണം ചോദിക്കുന്ന ചോദ്യം റീസൺ ആയിട്ട്. ഞാൻ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, എന്നാലും നിങ്ങൾ ഇത് പാറ്റേൺ ഓർത്ത് വെച്ച് പഠിക്കുക. ഇപ്പൊ ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി അങ്ങനെയൊന്നും പഠിക്കേണ്ട, പാറ്റേൺ ഓർത്ത് വെച്ച് നോക്കുക. ഇപ്പൊ നീ എന്തിനാണ് കരയുന്നത്? എന്തിനാണ്, റീസൺ ആണ് നമുക്ക് അറിയേണ്ടത്. അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വൈ.
നമ്മുടെ കൺമുമ്പിൽ ഒരാൾ കരയുമ്പോഴാണല്ലോ നീ എന്തിനാ കരയുന്നത്? വൈ ആർ യു ക്രൈങ്? വൈ ആർ യു ക്രൈങ്? നീ എന്തിനാണ് വിളിച്ചു പറയുന്നത്? എങ്ങനെ ചോദിക്കും? വൈ ആർ യു ഷൗട്ടിങ്? നീ എന്തിനാണ് ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? വൈ ആർ യു ഷൗട്ടിങ്? നീ എന്തിനാണ് ചിരിക്കുന്നത്? വൈ ആർ യു ലാഫിങ്? അപ്പൊ വൈ എന്ന് കാണിക്കുന്ന ഏതിനാണ്? റീസൺ. അപ്പൊ റീസൺ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? വൈ ആർ യു ചേർത്താണ്, പിന്നെ ING ഫോമോടെ വരും. ഓക്കെ. ഇനി പാസ്റ്റില് നെഗറ്റീവായിട്ട് നമ്മൾ ഇതൊക്കെ ഞാൻ ടെൻസിനകത്ത് ഓരോന്നും പഠിപ്പിച്ചപ്പം പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പഠിപ്പിച്ചതാണ്. എന്നാൽ ആ പാറ്റേൺ മാത്രമായിട്ട് നിങ്ങളോട് ഓർത്തിരിക്കുക, ഗ്രാമർ ഒക്കെ വിടുക. പാസ്റ്റില് ഞാൻ പോയില്ല, ഞാൻ ചെയ്തില്ല, ഞാൻ കണ്ടില്ല, അവൻ വന്നില്ല, അങ്ങനെ പലയിടത്തും നമ്മൾ പാസ്റ്റ് നെഗറ്റീവ് പറയേണ്ടി വരും. അപ്പൊ അവിടെ എന്തുപയോഗിക്കും? ഡിഡിൻറ്റ് ചേർത്ത് വരും. അപ്പൊ ഞാൻ അവിടെ പോയില്ല, ഐ ഡിഡിൻറ്റ് ഗോ ദെയർ. ഞാൻ അവിടെ പോയില്ല. ഞാൻ അവനെ കണ്ടില്ല, ഐ ഡിഡിൻറ്റ് സീ ഹിം. എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല, ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. അവിടെ ഡു, ഡസ്, ഡിഡ് അങ്ങനെയൊന്നും ഓർക്കണ്ട. നിങ്ങളിങ്ങനെ ഓർക്കുക, പാസ്റ്റിൽ കഴിഞ്ഞു പോയൊരു കാര്യം നെഗറ്റീവ് ആക്കി, അല്ലെങ്കിൽ പാസ്റ്റ് നെഗറ്റീവ് പറയാൻ ഡിഡിൻറ്റ് ചേർത്ത് പറഞ്ഞാൽ മതി എന്ന് ഓർത്ത് വെക്കുക. പ്ലസ് ബേസ് ഫോമാന്ന് ഓർക്കുക. ഡിഡിൻ ഗോ, ഡിഡിൻ റൈറ്റ്, ഡിഡിൻ പ്ലേ, അങ്ങനെ ഓരോന്ന് ഈ പാറ്റേണിൽ നിങ്ങൾ കുറച്ച് സെന്റൻസ്, ഞാൻ പറഞ്ഞല്ലോ സ്പോക്കൺ ഇംഗ്ലീഷ് എല്ലാവർക്കും പറയാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഒരു ബുക്ക് എടുക്കുക, ഒരു പാറ്റേൺ എഴുതുക. ഞാനിപ്പോൾ 3-4 പറയും, അതിൻ്റെ താഴെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പാറ്റേൺ നിങ്ങൾ മലയാളത്തിൽ എഴുതുക. എന്നിട്ട് ആ പാറ്റേൺ അനുസരിച്ച് ആ സെന്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിൽ മേക്ക് ചെയ്ത് നോക്കുക. തിരിയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്ന് എഴുതി നോക്കുക. അടുത്ത് പൊളൈറ്റ് റിക്വസ്റ്റ്. നമ്മൾ വളരെ വിനീതമായിട്ട് റിക്വസ്റ്റ് ചെയ്യും. മലയാളിക്ക് അതില്ല, പക്ഷെ ഇംഗ്ലീഷുകാരന് എപ്പോഴും അവരുടെ ഭാഷ തന്നെ എപ്പോഴും പൊളൈറ്റ് ആയിട്ടുള്ള ഭാഷയാണ്. അപ്പൊ പ്ലീസ്, നമ്മളൊന്നും പ്ലീസ് ചേർത്തൊരു കാര്യവും പറയുകയില്ല, നമ്മുടെ അടഗൻസ് അതിനെ അനുവദിക്കുകയില്ല. മനസ്സിലായില്ല? അപ്പൊ അവരെപ്പോഴും വളരെ റിക്വസ്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പൊ എന്നെ ഒന്ന് സഹായിക്കൂ, പ്ലീസ്, ദയവായി എന്നെ സഹായിക്കൂ, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. ദയവായി അകത്ത് വരൂ, പ്ലീസ് കം ഇൻസൈഡ്, പ്ലീസ് കം ഇൻസൈഡ്. ദയവായി ഇവിടെ കാത്തിരിക്കൂ, പ്ലീസ് വെയിറ്റ് ഹിയർ. ആ പ്ലീസ് ചേർത്ത് റിക്വസ്റ്റ് നമുക്ക് പറയാം, ഇവിടെ ഇരിക്കൂ, പ്ലീസ് വെയിറ്റ് ഹിയർ. ഓക്കെ. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. സജഷൻ, ഒരു നിർദ്ദേശം. നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, ഒരു സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പാറ്റേൺ ലെറ്റ് അസ് ചേർത്ത് പറയും. നമുക്കിപ്പോൾ തുടങ്ങാം. എങ്ങനെ പറയും? ലെറ്റ് അസ് സ്റ്റാർട്ട് നൗ. ലെറ്റ് അസ് സ്റ്റാർട്ട്. ആ നമുക്കെന്നുള്ളതാണ് ലെറ്റ് അസ് സ്റ്റാർട്ട് നൗ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. പുറത്തു നോക്കിക്കേ. ലെറ്റ് അസ് ഈറ്റ് ടുഗെദർ. ലെറ്റ് അസ് ഈറ്റ് ടുഗെദർ. നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യുക എന്നുള്ളതിന് എന്താണ്? ഡിസ്കസ്. ലെറ്റ് അസ് ഡിസ്കസ് ദിസ് ലേറ്റർ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഒരു ഇമോഷൻ, ഒരു സ്റ്റേറ്റ്, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതായത് നമ്മുടെ ഒരു അവസ്ഥയെ കാണിക്കാൻ എന്താ ഉപയോഗിക്കുന്നത് നോക്കാം. ഞാനിപ്പം സന്തോഷവാനാണ്, എനിക്ക് ദേഷ്യമുള്ളവനാണ്, അങ്ങനെ വളരെ ജിജ്ഞാസയുള്ളവനാണ്. നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പറയാനായിട്ട് എന്തുപയോഗിക്കും? ഐ ആം ഫീലിംഗ്. ആ സ്ട്രക്ചറാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എന്താണ്? ഐ ആം ഫീലിംഗ്. ഞാൻ സന്തോഷവാനാണ്. എങ്ങനെ പറയും? ഐ ആം ഫീലിംഗ് ഹാപ്പി. നമ്മൾ ഐ ആം ഹാപ്പി എന്ന് പറയും, എന്നാലും ഒന്നോടെ ഇമോഷൻ, ആ ഒരു സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി ഐ ആം ഫീലിംഗ് ഹാപ്പി. എനിക്ക് ഉറക്കം വരുന്നു. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. എനിക്ക് ഭയം തോന്നുന്നു. ഐ ആം ഫീലിംഗ് നെർവസ്. ഐ ആം ഫീലിംഗ് നെർവസ്. ഓക്കെ. ഇനി കമാൻഡ്, നമ്മൾ ഒരാളോട് കമാൻഡ് ചെയ്യും. അത് പോസിറ്റീവിലാകാം, നെഗറ്റീവിലാകാം. നീ ഇവിടെ വരൂ, അല്ലെങ്കിൽ നീ ഇവിടെ വരരുത്, നീ പോകണം, നീ പോകൂ, അല്ലെങ്കിൽ പോകരുത്. നെഗറ്റീവ് കമാൻഡ്, പോകരുത്, തിന്നരുത്, കുടിക്കരുത്, വായിക്കരുത്, പഠിക്കരുത്, അങ്ങനെ നമ്മൾ പറയില്ലേ? അങ്ങനെ ഒരു കമാൻഡായിട്ട് അത് പറയുന്നെങ്കിൽ ഇത് ചെയ്യരുത്, അങ്ങനെയുള്ളതിന് ചേർത്ത് പറയുന്നതാണ് ഡോണ്ട്. ഡോണ്ട് ചേർത്താണ് പറയുന്നത്. ഇവിടെ ഓടരുത്. എങ്ങനെ പറയും?
ഡോണ്ട് റൺ ഹിയർ, ഇവിടെ ഓടരുത്, ഇവിടെ തൊടരുത്, അല്ലെങ്കിൽ അത് തൊടരുത്. എങ്ങനെ പറയും? ഡോണ്ട് ടച്ച് ദാറ്റ്. ഇവിടെ തുടരുന്നാണെങ്കിലോ ഡോണ്ട് ടച്ച് ഹിയർ. വൈകരുത്, ഡോണ്ട് ബി ലേറ്റ്, ഡോണ്ട് ബി ലേറ്റ്. ഓക്കെ. ഇനി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, നമ്മൾ ഒരാളോട് ഇന്നത് ചെയ്യുക, കീപ്പ് ചേർത്ത് പറയാം. നമ്മൾ ഒരാളോട് ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്, ഇന്നത് ചെയ്യുന്നു. നിന്റെ മുറി വൃത്തിയായി സൂക്ഷിക്കൂ. കീപ്പ് ചേർത്ത് പറയാം. എങ്ങനെ പറയും? കീപ് യുവർ റൂം ക്ലീൻ. നിന്റെ മുറി വൃത്തിയായി സൂക്ഷിക്കൂ. വാതിൽ അടച്ചിടൂ, നിന്റെ ഡോറ് അടച്ചിടൂ. കീപ് ദ ഡോർ ക്ലോസ്ഡ്, കീപ് ദ ഡോർ ക്ലോസ്ഡ്. ഇത് സുരക്ഷിതമായി സൂക്ഷിക്കൂ. കീപ് ദിസ് സേഫ്, കീപ് ദിസ് സേഫ്. ഓക്കെ. ഇനി ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഒരു സമയത്തൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, തിരക്കിലായിരിക്കും, അവൻ അവിടെ എത്തും, അങ്ങനെ വരും, പോകും, അങ്ങനെയൊക്കെ ഭാവിയിൽ ഒരു സമയം കാണിച്ച് പറയുന്നതിന് ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് വിൽ ബി. ഹി വിൽ ബി, ഓർ ഐ വിൽ ബി, യു വിൽ ബി. ഞാൻ വീട്ടിലായിരിക്കും. ഐ വിൽ ബി അറ്റ് ഹോം. ഇപ്പൊ അവനാണെങ്കിലും അവളാണെങ്കിലും സബ്ജക്റ്റ് മാറുന്നതിനോട് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഐ ചേർത്ത് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഷി വിൽ ബി അറ്റ് ഹോം, രാജു വിൽ ബി അറ്റ് ഹോം. ഓക്കെ. ഇനി ഞാൻ ഉടനെ അവിടെ എത്തും, എങ്ങനെ പറയും? ഐ വിൽ ബി there soon, I will be there soon. ഇല്ല, ഞാൻ അവിടെ ഉണ്ടാവും. I will be there. ഞാൻ അവിടെ ഉടനെ ഉണ്ടാവും. I will be there soon. ഞാൻ നാളെ തിരക്കിലായിരിക്കും. I will be busy tomorrow. I will be busy tomorrow. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ടൈം, ഒരു പ്ലേസ്, ഒരു സമയത്തെ കാണിക്കാനായിട്ട് അവിടെ ഉപയോഗിക്കുന്നതാണ് ഏത്? വിൽ ബി. ആകും. ഓക്കെ. ഇനി അടുത്തത് പാസ്റ്റിലെ ക്വസ്റ്റ്യൻ. പാസ്റ്റിൽ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അവിടെ വാട്ട് ഹാപ്പൻഡ് ചേർത്ത് ചോദിക്കാം. വാട്ട് ഹാപ്പൻഡ്, ഇന്നലെ എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ, വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. സിമ്പിളായിട്ട് പാറ്റേൺ വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ, ഇവിടെ എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ് ഹിയർ, വാട്ട് ഹാപ്പൻഡ് ഹിയർ. നിന്റെ ഫോണിന് എന്ത് പറ്റി? എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ടു യുവർ ഫോൺ, വാട്ട് ഹാപ്പൻ ടു യുവർ ഫോൺ. ഓക്കെ. അപ്പൊ പാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിന് ചോദിക്കുന്ന എന്ത് ചേർത്താണ്? വാട്ട് ഹാപ്പൻഡ്. ഓക്കെ. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. പ്രസന്റില്, പ്രസന്റ് കണ്ടിന്യൂസിലെ ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, എങ്ങനെ പറയും? അറ്റ് പ്രസന്റ് ആണ്, ഞാൻ നിന്നെ കാത്തിരിക്കുക. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഐ ആം വെയിറ്റിംഗ്, അതായത് കണ്ടിന്യൂസിൽ ING ചേർത്താണ് പറയുന്നത്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാൻ ബസ് കാത്തിരിക്കുന്നു. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ബസ്. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. നമ്മൾ ഒരാളോട് റീഅഷുറൻസ്, നീ ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ, അങ്ങനെ പലപ്പോഴും നമുക്ക് പല സന്ദർഭത്തിൽ പറയാൻ ആവശ്യമായിട്ട് വരും. അതിനുപയോഗിക്കുന്നതാണ് ഡോണ്ട് വറി. ആശങ്കപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട, ഞാനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട, ഞാനിവിടെ ഉണ്ട്. ഡോണ്ട് വറി, ഐ ആം ഹിയർ. ആശങ്കപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഒരു റീഅഷുറൻസ് ആണത്. എങ്ങനെ പറയും? ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. ആശങ്കപ്പെടേണ്ട, എല്ലാം ശരിയാണ്. ഡോണ്ട് വറി, ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റിൽ, ഇപ്പം നേരത്തെ, ഞാൻ ഇതിനകം ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, അങ്ങനെ പലപ്പോഴും നമ്മൾ പറയേണ്ടി വരുമ്പം ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഐ ഹാവ് ഓൾറെഡി. ഐ ഹാവ് ഓൾറെഡി, അല്ലെങ്കിൽ ഷീ ഹാസ് ഓൾറെഡി, ദേ ഹാവ് ഓൾറെഡി. അവിടെ സിംഗുലറും പ്ലൂറലും വരുമ്പോൾ സിംഗുലർ ആകുമ്പം ഹാസ്, പ്ലൂറലാകുമ്പോൾ ഹാവ്. അത് ഓർത്തോണം. അപ്പം ഞാൻ ഇതിനകം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഓൾറെഡി ഈറ്റൺ. അപ്പം അവനാണെങ്കിലോ ഹി ഹാസ് ഓൾറെഡി ഈറ്റൺ. അത് ഓർത്ത് വയ്ക്കുക. ഞാൻ ഇതിനകം ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഐ ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ദിസ്.
ദേ ആണെങ്കിലോ ദേ ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ദിസ്. ഞാൻ ആ സിനിമ ഇതിനകം കണ്ടിട്ടുണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് മൂവി. ഐ ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് മൂവി. അപ്പോൾ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, നേരത്തെ ഇതിനകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ ഏത് ഉപയോഗിച്ചാൽ മതി? ഐ ഹാവ് ഓൾറെഡി, അല്ലെങ്കിൽ യു ഹി ഹാസ് ഓൾറെഡി, ദേ ഹാവ് ഓൾറെഡി, ആ പാറ്റേൺ ഉപയോഗിച്ചാൽ മതി. അടുത്ത് ഡെയിലി ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പ്രസൻറ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മുമ്പിൽ ചെയ്ത് തീർത്തോ, വിളിച്ചോ, അങ്ങനെ ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹാവ് യു ചേർത്ത്. ഹാവ് യു, നീ നിന്റെ ജോലി തീർത്തോ, അതായത് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്. ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്, ഹാവ് യു ചേർത്ത് പറയുന്നത്. നീ അവനെ വിളിച്ചോ? ഹാവ് യു കോൾഡ് ഹിം. ഇവിടെ ഓർക്കുക, ഇതൊക്കെ ഇവിടെ ഒരു കാര്യം ഓർത്ത് വയ്ക്കാനുണ്ട്. ഹാവ്, ഹാസ് ഉണ്ടെങ്കിൽ എന്ത് ഫോം വരണം? V3 ഫോം. അത് ഓർക്കണം എപ്പോഴും. ഹാവ്, ഹാസ് വരുമ്പോൾ ഏത് വരണം? V3 ഫോം ഓഫ് ദ വെർബ് വരണം. ഓക്കെ, നീ എൻ്റെ ഫോൺ കണ്ടോ? ഹാവ് യു സീൻ മൈ ഫോൺ. ഹാവ് യു സീൻ മൈ ഫോൺ. ഓക്കെ, അടുത്തത്. ഇപ്പം നമുക്കൊരു കാര്യത്തിനകത്ത് താല്പര്യമില്ല, എനിക്ക് അതിന് താല്പര്യമില്ല, അവനതിന് താല്പര്യമില്ല, എങ്ങനെ പറയുന്ന ഏത് പാറ്റേൺ ആണ്? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ, അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ. അത് സബ്ജക്റ്റ് അനുസരിച്ച് ആം, ഈസ്, ആർ വേരി ചെയ്യും. അപ്പോൾ അതൊരെണ്ണം ഓർത്ത് വയ്ക്കുക, ബാക്കി മനസ്സിൽ ഓർത്താൽ മതി. അങ്ങനെ എനിക്ക് ഗെയിമിൽ താല്പര്യമില്ല, എനിക്ക് ഗെയിമുകളിൽ താല്പര്യമില്ല, എങ്ങനെ പറയും? എനിക്കല്ലേ പലതിനും നമ്മൾ പറയണ്ട, എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെയിംസ്. അപ്പോൾ അവക്കാണെങ്കിലോ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെയിംസ്. ദേ ആണെങ്കിലോ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെയിംസ്. എനിക്ക് ആ ജോലിയിൽ താല്പര്യമില്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ജോബ്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ജോബ്. എനിക്ക് ആ വിഷയത്തിൽ താല്പര്യമില്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ടോപ്പിക്. അവനാണെങ്കിലോ ഹീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ടോപ്പിക്. ഓക്കെ, അടുത്ത പാറ്റേൺ നോക്കാം. നമ്മൾ ഇതെല്ലാം പല നിത്യേന ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, സെൻറ്റൻസുകളാണ്. അതിന് പ്രശ്നമില്ല. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളെപ്പോഴും പറയുന്നതാണ്. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഇറ്റ് ഡസൻ മാറ്റർ. എന്താണ്? ഇറ്റ് ഡസൻ മാറ്റർ. അവിടെ എപ്പോഴും ഡസിൻ്റെ വരത്തുള്ളൂ, അതായത് ഇറ്റ് ചേർത്താണ് നമ്മളത് പറയുന്നത്. ഇറ്റിൻ്റെ കൂടെ ആകുമ്പോൾ എന്തേ വരത്തുള്ളൂ? ഡസ്. എനിക്കതിന് പ്രശ്നമില്ല. ഇറ്റ് ഡസൻ മാറ്റർ ടു മീ. ഇറ്റ് ഡസൻ മാറ്റർ ടു മീ. അവനാണല്ലോ ഇറ്റ് ഡസൻ മാറ്റർ ടു ഹിം. അവിടെ ആ സബ്ജക്റ്റ് അപ്പുറത്താ വരുന്നത്, അതിന് മാറ്റമില്ല. ഇറ്റ് സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് ഡസിൻ്റെ ഒരിക്കലും മാറില്ല. ഇപ്പോൾ അതിന് പ്രശ്നമില്ല. ഇറ്റ് ഡസൻ മാറ്റർ നൗ. അവരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഇറ്റ് ഡസൻ മാറ്റർ വാട്ട് ദേ സേ. അവരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഇറ്റ് ഡസൻ മാറ്റർ വാട്ട് ദേ സേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയും പാറ്റേൺസ് നിങ്ങൾ ഓർത്തിരിക്കുക. പാർട്ട് 1, 2, 3 ആയിട്ട് ഞാൻ കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ ഇട്ട് തരാം. വളരെ ഉപകാരമായിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ്. അതായത് ഗ്രാമർ ഞാൻ ഓൾറെഡി എല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ എല്ലാവരുടെയും ആഗ്രഹം ഗ്രാമർ പഠിക്കാതെ സംസാരിക്കുക എന്നുള്ളതാണ്. എളുപ്പവഴിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കുറച്ച് പാറ്റേൺസ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് വെച്ച് എന്നാലും നിങ്ങൾ ഓരോ പാറ്റേൺ എഴുതിയെടുത്തിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പാറ്റേൺസ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കുറേ മലയാളം സെൻറ്റൻസുകൾ എഴുതി അതിൻ്റെ താഴെ നിങ്ങൾ എഴുതി നോക്കുക. പറ്റുന്നവർ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുക. ഒരു കാര്യം അങ്ങനെ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വീഡിയോ കേട്ടോണ്ട് ഇത് ബൈഹാർട്ട് ചെയ്യാൻ നോക്കുക. 2-3 സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിൽ അത് വരും, നമ്മുടെ ടങ്ങിൽ അത് വന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊന്ന് പറഞ്ഞു പഠിച്ചാൽ മതി. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. ഇനിയൊരു ഉപയോഗമുള്ള ഇതുപോലത്തെ ക്ലാസ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.